US നിലപാടാണ്. ഇപ്പോൾ വെടിനിർത്തൽ കരാർ വരുന്നത് തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ച നിലപാടാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കശ്മീരും പാകിസ്ഥാനും ഇന്ത്യയും അവർ ചിരവൈരികളാണ്. പതിറ്റാണ്ടുകളായി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം വേണം. ആ പരിഹാരത്തിന് ഇടപെടാൻ അമേരിക്ക തയ്യാറാണെന്ന് പറയുന്നു. നമുക്ക് നമ്മുടെ ഒരു നിലപാടനുസരിച്ച്, ഇന്ത്യയുടെ നിലപാടനുസരിച്ച് ഇന്ത്യ UN വേദികളിലടക്കം സ്ഥിരമായി സ്വീകരിക്കുന്ന ഒന്ന്, ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയിൽ, ഈ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ, ഈ രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായുള്ള പ്രശ്നങ്ങളിലൊന്നും ഒരു മൂന്നാം കക്ഷിയുടെ ആവശ്യം ഇല്ല എന്നൊരു നിലപാടാണ്. അപ്പോൾ ആ നിലപാടിൽ നിന്നും ഇന്ത്യ വ്യതിചലിക്കുന്നു എന്നൊരു സൂചനയാണോ ട്രംപിൻ്റെ പരാമർശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ ഇത് വെറുമൊരു പരാമർശം മാത്രമായി, അദ്ദേഹത്തിൻ്റെ ഒരു സന്നദ്ധത അറിയിക്കൽ അത് മാത്രമായി നമ്മൾ കണക്കാക്കിയാൽ മതിയാകുമോ? ഇല്ല, ട്രംപിന്റെ കേസിൽ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി പറയുന്നതായിട്ട് കൂട്ടാൻ അതിന് കാരണങ്ങളുണ്ട്. കാരണം 2016 മുതൽ 20 വരെ പല അമേരിക്കൻ പ്രസിഡന്റ്സിനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ റീസെന്റ് ഹിസ്റ്ററിയിൽ ഒരു യുദ്ധവും നടത്താതിരുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു ട്രംപ്. എന്നാൽ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഈ റഷ്യ യുക്രൈൻ വാറും ഇസ്രായേൽ പലസ്തീൻ വാറിനും ഒരു സീസ് ഫയർ കൊണ്ടുവരാൻ സാധിച്ചു. അതേപോലെ ഈ ഒരു ഇഷ്യൂവിൽ, ഇന്ത്യയുടെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ഇഷ്യൂ അദ്ദേഹം മീഡിയേറ്റ് ചെയ്ത് തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ നൊബേൽ പീസ് പ്രൈസിലേക്ക് വരെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഇതാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഗെയിനിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് മാത്രം കണക്കാക്കാം. ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയും കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് എടുത്തുള്ള ഒരു സ്റ്റാൻസ് അതാണ്. 2019 ട്രംപ് ഇതിലും എനിക്കൊന്ന് മികച്ച രീതിയിൽ അവിടെ പ്രസിഡന്റ് ആയിട്ടുള്ള നിലയ്ക്കും ലോകത്തിൽ തന്നെ ഒരു വാറുകളും ഇല്ലാതെ വെച്ച ഒരു പ്രസിഡന്റാണ്. നോർത്ത് കൊറിയയിൽ ആദ്യമായിട്ട് കാലുകുത്തി അമേരിക്കൻ പ്രസിഡന്റാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടി നരേന്ദ്രമോദിയെ വിളിച്ച സമയത്ത് ആവശ്യമില്ല, ഞങ്ങളുടെ കാര്യം നോക്കാം, ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇത്തവണ അതിന് വ്യത്യസ്തമായിട്ടൊരു നിലപാടുണ്ടാവും തോന്നുന്നില്ല. പക്ഷേ അതിലൊരു ഡേഞ്ചർ ഉള്ളത്, ട്രംപിന്റെ ഒരു രീതിക്ക് നമ്മളത് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിൽ ഒരുപക്ഷെ ഒരു ന്യൂട്രൽ സ്റ്റാൻസ് എടുക്കാൻ സാധ്യതയുണ്ട് അമേരിക്ക. അതാണ് ഒരു ചെറിയ ഇഷ്യൂ. കാരണം നമ്മളിപ്പോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ IMF ആണെങ്കിൽ ഈ അമേരിക്കയെ നാളെ ഫൈനാൻഷ്യൽ പാകിസ്ഥാനെ പ്രഷറൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് അമേരിക്കയെ വേണം. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ അവരെ ഗ്രേ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അമേരിക്കയെ വേണം. യുണൈറ്റഡ് നേഷൻസിൽ പാകിസ്ഥാനെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ നമുക്ക് അമേരിക്കയെ വേണം. അതുകൊണ്ട് അമേരിക്ക ഇതിൽ ഇടപെടാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ട്രംപ് എടുക്കാൻ പോകുന്ന സ്റ്റാൻസ് എന്തായിരിക്കും? നാളെ ഇങ്ങനെ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ UN-ലും IMF-ലും ഒക്കെ ഒരു ന്യൂട്രൽ ആയിട്ടൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യനെ ചെറിയ രീതിയിൽ ഹാം ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു വശം. പക്ഷേ ഇന്ത്യ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഈ ഒരു ഇഷ്യൂവിൽ ഒരു സൊല്യൂഷൻ കാണാൻ ഇന്ത്യ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. മറിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ. ഇപ്പം വ്യക്തമായിട്ടുള്ള നല്ല അറ്റാക്കാണ് നടന്നത്. നമ്പർ ഗെയിമിൽ പോലും പല ആളുകൾ സോഷ്യൽ മീഡിയ പറയുന്നത് കേട്ടു ഇന്ത്യ പരാജയപ്പെട്ടു. പക്ഷെ അതിന് ഞാൻ എതിരാണ്. കാരണം അവർ സിവിലിയൻസിനാണ് കൊന്നതെങ്കിൽ നമ്മൾ കൊന്നത് തീവ്രവാദികളെ നശിപ്പിച്ച് തീവ്രവാദ ക്യാമ്പുകളെയാണ്. ഒരു തീവ്രവാദിയെ കൊല്ലുമ്പോഴത്തേക്കും 1000 കണക്കിന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതി നോക്കിയാലും വിജയം ഇന്ത്യയുടേതാണ്. പക്ഷെ മുന്നോട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായാലും, ഒരു സർപ്രൈസ് അറ്റാക്ക് ഉണ്ടായാലും അവിടെ ജനങ്ങളുടെ സംരക്ഷണം തീർച്ചയായിട്ടും ഇന്ത്യ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലായിട്ട് ഒരുപാട് കാര്യം നമ്മൾ അടുത്ത് പോയി കമാൻഡോ യൂണിറ്റ്സിനെയോ സെക്യൂരിറ്റി ഫോഴ്സസിനെയോ നമ്മൾ വിന്യസിപ്പിക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യമാണ്. അവിടെയുള്ള സാധാരണക്കാരുടെ ടൂർ ഗൈഡുകളെയും ചെറിയ ബിസിനസ് നടത്തുന്ന ആളുകളെയും ട്രെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. നാളെ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളത് നോക്കാം. അതുപോലെ മറ്റൊരു കാര്യം, ഒരുപക്ഷെ അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും, പക്ഷേ ഇസ്രായേലിലൊക്കെ ഉള്ളതുപോലെ ഇസ്രായേലിൽ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അതിൽ അവർക്ക് കൃത്യമായ വിവരം കിട്ടും, സൈറൻ കിട്ടും. വഴിയിലാണെങ്കിൽ പോലും ഓടി ഒളിക്കാൻ പബ്ലിക് ബങ്കറുകളുണ്ട്. നമുക്ക് എത്ര വലിയ എയർ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും ഇപ്പോൾ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ഒക്കെ മറികടന്നാണ് ഹമാസിന്റെ അറ്റാക്ക് ചെന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു സർപ്രൈസ് സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും ആളുകൾക്ക് സംരക്ഷണത്തോടെ നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ ബങ്കേഴ്സ്, പ്രത്യേകിച്ച് രജൌരിയിലും പൂഞ്ചിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് വ്യാപിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. അത്രയും കഴിഞ്ഞാൽ ഒരുവിധം സെക്യൂർ ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു അഭിമാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വർഷങ്ങളായിട്ട് പണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇന്ത്യക്കാർ ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ പ്രൊട്ടക്ഷൻ കണ്ട് താടിയിൽ കൈ വെച്ച് കണ്ണും വീഴ്ച നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷെ അതേപോലെ S-400 സുദർശൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു ഭാരതീയ എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നിയതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യം എന്നുള്ളത് എനിക്ക് നമുക്ക് ഒത്തിരി ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മുന്നോട്ട് പോയാലും ഇന്ത്യക്ക് അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് കാണും. ട്രംപിന്റെ സഹായം ഇല്ലെങ്കിൽ കൂടെ നമ്മുടെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ഇനി ഒരു അറ്റാക്ക് നടക്കാതിരിക്കാനും, നടന്നാൽ അതിനെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാനും ഇന്ത്യക്ക് പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് അമേരിക്ക ആവശ്യമുണ്ട്.